ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലുള്ള നല്ലൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കോളിഫ്ലവർ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. ബ്ലാൻഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല തിളപ്പിച്ചെടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ തിളച്ച വെള്ളത്തിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുക്ക് ചെയ്യുന്നില്ല, അതിനൊന്ന് ബ്ലാൻഡ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നതിനാണ് ബ്ലാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരല്പം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഈ കോളിഫ്ലവർ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് മാത്രം ഈ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്ലാൻഡ് ചെയ്യുക വഴി കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിനുള്ളിൽ എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ അതും പോകും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് ആ ചൂട് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒരല്പസമയം ഇത് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മസാലകളൊക്കെ ചേർത്തൊന്ന് തിരുമ്മി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ അരച്ചതിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്കൊരല്പം ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പൊരല്പം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലവറോടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റും കുരുമുളക് പൊടിയും ഒക്കെ ഇതിലേക്ക് പിടിച്ചിരിക്കാനായിട്ടാണ് നമ്മളൊരല്പം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വെച്ചിരിക്കുക. ഈ സമയം കൊണ്ട് നമുക്കിത് മുക്കി പൊരിക്കാനായിട്ടൊരു ബാറ്റർ നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും ഒരല്പം എണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എണ്ണ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഇതുപോലുള്ള വിഭവങ്ങളിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് നല്ല ലൂസായിട്ടുള്ളൊരു മാവ് നമുക്ക് കലക്കിയെടുക്കണം. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഒരു ചെറിയൊരു കോട്ടിങ് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ മാവ് കലക്കിയെടുക്കുന്നത്. അപ്പോൾ തിക്കായിട്ടുള്ളൊരു മാവ് ബാറ്റർ ആവാൻ പാടില്ല. ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു മാവായിട്ടാണ് കലക്കിയെടുക്കേണ്ടത്. ഇത് നോക്കി, ഇതുപോലെ നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ പീസസൊക്കെ നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ പീസസ് നമ്മൾ കലക്കി വയ്ക്കുന്ന മാവിലേക്ക് ഇട്ടിട്ട് ഓരോ പീസസായിട്ട് എടുത്ത് എണ്ണയിലിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ എല്ലാം കൂടെ ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. അത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അത് ഇളകി വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ടിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിനെ ഇളക്കൊന്നും വേണ്ട. ഇതൊന്ന് ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുവരെ ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു മൈൽഡായിട്ടുള്ള ചെറിയൊരു കോട്ടിങ് മാത്രമേ കോളിഫ്ലവറിൻ്റെ മുകളിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാവ് നല്ല ലൂസായിട്ട് കളിക്കാനുള്ള എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ കോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നമ്മുടെ മഞ്ചൂരിയൻ അത്രയ്ക്ക് നന്നാവില്ല. ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക. ഹൈ ഫ്ലെയിമിലിടണ്ട, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള കോളിഫ്ലവർ പീസസും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിനൊക്കെ നമ്മുടെ കോളിഫ്ലവർ പീസസ് എല്ലാം ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം അതിനെ ഇളക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഫ്ലോററ്റ്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു മൈൽഡായിട്ടുള്ളൊരു കോട്ടിങ് മാത്രമേ ഉള്ളൂ. പുറത്ത് ധാരാളം മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊന്നുമില്ല. ഈ രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിതിനായിട്ട് ഒരു സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ വേണം കേട്ടോ. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത്
ഒരു ടീസ്പൂൺ നമ്മുടെ ഗ്രീൻ ചില്ലി സോസാണ്, അതും ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരല്പം വിനെഗർ വേണം, ഒരു ചെറിയ സ്പൂൺ വിനെഗർ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കുക, അത്രയും മാത്രം മതി. വിനെഗർ ഒരിക്കലും കൂടരുത്, എന്നാൽ പുളിപ്പ് രസം കൂടി നിൽക്കും. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് തിക്കനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ സോസ് മിക്സ്. ഇതിനെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മഞ്ചൂരിയനിലുള്ള സോസായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തൊരു പാത്രം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. ആ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത് സൺഫ്ലവർ റിഫൈൻഡ് ഓയിൽ എന്തെങ്കിലും ഉപയോഗിക്കാം, നമുക്ക് വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കവും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി, അതിൻ്റെ ക്രഞ്ചിനെസ് ഒന്നും പോണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി എരിവിലേറ്റായിട്ട് ഒരല്പം കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കുരുമുളകിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കോൺഫ്ലവർ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വരും കേട്ടോ, പെട്ടെന്ന് തന്നെ തിക്കായി വരും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളറാണ്. ഫുഡ് കളർ കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഭംഗിക്ക്, കാഴ്ചയ്ക്കുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഇത് ഈ കൺസിസ്റ്റൻസിയിലുള്ള ഒരു സോസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം, നല്ല തിക്കായിട്ടുള്ളൊരു സോസ്. ഇനിയിപ്പോൾ ഈ സോസിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ പീസസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ സോസ് പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ സോസിലിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ക്രിസ്പിനെസ് ഒട്ടും പോവില്ല നമ്മൾ കഴിക്കുമ്പോൾ. നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചാൽ ഒരല്പസമയം കഴിയുമ്പോൾ കോളിഫ്ലവറിൽ ഈർപ്പം കൊണ്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് തണുത്ത് പോകും കേട്ടോ. അപ്പോൾ അതൊരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കോളിഫ്ലവർ പീസസ് ഇരിക്കുമ്പോഴാണ് ഈ മഞ്ചൂരിയൻ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കോളിഫ്ലവർ ആദ്യമേ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ സോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വിളമ്പുന്നതിന് തൊട്ട് മുന്നേ റെഡിയാക്കിയിട്ട് കോളിഫ്ലവർ പീസസ് അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ടേസ്റ്റി ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.